അതെ, കുറേ നേരമായി വെയിലും കൊണ്ട് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് എന്താ പറയാന്നുള്ളതെന്ന് വെച്ചാൽ ഒന്ന് മൊഴിയോ? അതെ, ഒരുപക്ഷെ ഞാനത് പറഞ്ഞ ജിപ്പുള്ളതിനും കാട്ടി ഡെസ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ടെസ്റ്റ് ആവണോ വേണ്ടെന്നൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. ഈ എന്താ പറയാറ്, നമ്മൾ ഒരുമിച്ച് പഠിച്ച്, നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്ന്, അതെ, നമ്മൾ ഒരുമിച്ച് തോറ്റ് ഒരുമിച്ച് ജയിച്ച്, രണ്ടാൾക്കും പെണ്ണില്ല, ഇൻട്രോവേർട്ടാണ്, രണ്ടാളും മൂഞ്ചി തെറ്റി കൊച്ചി വന്ന് നടക്കണമെന്നൊക്കെയല്ലേ. അതിനിപ്പോൾ എന്തെങ്കിലും വല്ല മാറ്റമുണ്ടോ? മാറ്റമുണ്ട്. എനിക്ക് പെണ്ണ് കിട്ടിയടാ. ഏത് പെണ്ണ്? ശ്രുതി. ശ്രുതിയാ? ഏത് ശ്രുതി? അനക്ക് ഏതൊക്കെ ശ്രുതിനെ അറിയാം? നമ്മളൊപ്പം പഠിച്ച ശ്രുതി തന്നെ. ഏത് ശ്രുതി? ഞാനിത് വിശ്വസിക്കില്ല. നീ പണ്ടേ കൂടായിപ്പാ. ഈ വിശ്വസിക്കില്ല എനിക്കറിയാടാ. ഞാനേ തെളിവേറ്റ വന്ന്. എന്ത് തെളിവ്? നോക്ക്, ഓൾ ഇന്നലെ അയച്ച മെസ്സേജ്. ഐ ലവ് യു മൈ ഡിയർ. ഇതെങ്ങനെ? എനിക്കും അറിയില്ലടാ. ഇതിവിടെ ഉള്ളിൽ ഒതുക്കി കൊണ്ട് അടക്കി നിന്നുണ്ട്. ഇന്നലെ അതങ്ങോട്ട് പൊട്ടി. എന്നിട്ട് നീ എന്തേ റിപ്ലൈ കൊടുക്കാൻ? എടാ ഞാൻ ഷോക്കായി പോയടാ. പിന്നെ ഇതൊക്കെ സസ്പെൻസ് ആയിട്ട് നേരിട്ട് പോയി പറയണല്ലേ അതിൻ്റെ ഒരു ഇത്. പിന്നെ എൻ്റെ ഒപ്പം പണ്ടത്തെ പോലെ കുറേ സമയമൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊന്നുമില്ല. അറിയാലോ, റിലേഷൻഷിപ്പിലായവരെ തിരക്കൊക്കെ. എന്നാ ഞാൻ പോട്ടാ, ഓളൊന്ന് പോയി കാണണം. ബേബി ആയിരിക്കും. ഇതുവരെ റിപ്ലൈ കൊടുക്കാത്തോണ്ടേ ഇരിക്കണതാ. നോക്കടാ, മലപ്പുറത്തം കണ്ടാ ഓള് എടുക്കൂടാ, ലൗഡ് സ്പീക്കറിലിടും. കേട്ടോ? ഹലോ ആദിത്യ, ഞാൻ ശ്രുതിയാ. ഹലോ. ശ്രുതി പറഞ്ഞോ. എടാ, ഞാൻ ഇന്നലെ അയച്ച മെസ്സേജ് കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. അത് പിന്നെ ഞാനത് അറിയാതെ മാറി അയച്ചതാണ്. ഞാൻ നമ്മുടെ കൂടെ പഠിച്ച ആദിക്ക് അയച്ചതായിരുന്നു. മാറിപ്പോയി. നിനക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാടാ നീ പറഞ്ഞത്? എനിക്ക് അപ്പോഴേ ഉറപ്പാ ഇതിങ്ങനെയൊക്കെ തന്നെ ആവത്തുള്ളൂ. നീ പറഞ്ഞതിനൊക്കെ നിന്നിട്ടുള്ള ബന്ധം ഇതോടെ ഞാൻ അവസാനിപ്പിക്കേണ്ടതാ. പിന്നെ ചിരിക്കാനൊരു അവസരം തന്ന സ്ഥിതിക്ക് തൽക്കാലം ഞാൻ മറക്കാം. വിജയെല്ലാം വിട്ടല്ലേ? ഇല്ല. ഒരു ചായ മേടിച്ചെന്നാ മറക്കൂ? ഇല്ല. പിന്നെ രണ്ട് കഴിവിടാണ് നോക്കാം.